നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മനസ്സ് ചില കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് ചില സൂചനകൾ പ്രപഞ്ചം നൽകാറുണ്ട്. അത്തരം സൂചനകളെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് തൊടുകുറി ശാസ്ത്രം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ രണ്ട് ചിത്രങ്ങൾ കാണാം. ഒന്ന് ദുരിതങ്ങളുടെയും ദുഷ്ടശക്തികളുടെയും ശ്വാസം മുട്ടിച്ചില്ലാതാക്കി നമ്മളെ സംരക്ഷിക്കുന്ന കരുണയും രൗദ്രതയും ഒരുപോലെ നിറഞ്ഞ ഭദ്രകാളി ദേവിയുടെയും ചിത്രം. രണ്ട് ധ്യാനത്തിൻ്റെയും ശാന്തതയുടെയും പ്രതീകമായ ലൗകിക സുഖങ്ങൾക്കപ്പുറം ആന്തരികമായ ശക്തിയെ സൂചിപ്പിക്കുന്ന മഹാദേവൻ്റെ ശിവൻ്റെ ചിത്രം. ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഏത് ചിത്രത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ആഴത്തിൽ ആകർഷിക്കപ്പെടുന്നത്? മറ്റൊന്നും ആലോചിക്കേണ്ട. ആദ്യമായി കണ്ണിൽ പെട്ടതോ അതോ മനസ്സിൽ തങ്ങിയതായ ചിത്രം തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുപ്പിന് പിന്നിൽ നിങ്ങളുടെ മനസ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ചില രഹസ്യങ്ങൾ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചനങ്ങൾ ഉണ്ട്. നിങ്ങൾ നല്ല ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യം ഭദ്രകാളി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരുപാട് നാളായി നിങ്ങളുടെ മനസ്സിൽ ഒരു തരം വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടിരുന്നു എങ്കിൽ ചില കാര്യങ്ങൾക്ക് അവസാനം ഉണ്ടാകണം, ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണം എന്നൊക്കെ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സ് ദേവിയുടെ ഈ രൂപത്തിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം ഭദ്രകാളി എന്നത് വെറും സങ്കല്പമല്ല, അതൊരു ഊർജമാണ്. തടസ്സങ്ങളെ ഖേദിക്കാനുള്ള ഊർജം. നിങ്ങൾ ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പായും പറയാം. വരുന്ന ദിവസങ്ങളിൽ, ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രത്യക്ഷമായ ഒരു സംഭവം നടക്കും. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് ആയിരിക്കില്ല. ഇങ്ങനെ ഒന്ന് നടന്നിരുന്നുവെങ്കിൽ വെറുതെ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ 10 മടങ്ങ് ഭംഗിയായി, ഒരു പക്ഷേ സ്വപ്നതുല്യമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അത് ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യമായിരിക്കാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും ഓഫറുകൾ വരാം. അല്ലെങ്കിൽ സാമ്പത്തികമായ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു സഹായം ഒരു ദൈവദൂതനെ പോലെ നിങ്ങളെ തേടിയെത്താം. പ്രണയസന്ധ്യകളിൽ ഒരു വിള്ളൽ വീണുമെങ്കിൽ ആ ബന്ധം കൂടി ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാം. എന്തായാലും ഈ വരുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവ് ആയിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്തത് ദേവിയുടെ രൗദ്രരൂപത്തിലുള്ള ചിത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മിക ഉണർവിനെ സൂചന കൂടിയാണ്. കുറേ കാലമായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് സ്വയം വില കുറച്ച് ഉൾവലിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ഇനി ഇത് മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ശരികൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകളെ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുക്കൾ എന്ന് നിങ്ങൾ കരുതിയവർ പോലും നിങ്ങളുടെ വളർച്ചയിൽ അത്ഭുതപ്പെടും. നിങ്ങളെ മനസ്സിലാകാതെ മാറി നിന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങും. കാരണം നിങ്ങളുടെ പ്രവൃത്തിയിൽ അത്രയധികം വർഷങ്ങളായി നീണ്ടുപോകുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊരു പക്ഷേ പൂർത്തിയാകാത്ത വീട് പണിയാകാം, എങ്ങും എത്താത്ത കല്യാണ ആലോചനകളാകാം. ഇത്തരം കാര്യങ്ങൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തീർപ്പുണ്ടാകാൻ സമയം ആയിരിക്കുന്നു. കെട്ടിക്കിടക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ വഴിക്ക് നീങ്ങിത്തുടങ്ങുന്നത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഒന്ന് മാത്രമേയുള്ളൂ. വരുന്ന അവസരങ്ങളെ ധൈര്യത്തോടെ നേരിടുക. ദേവി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. സാമ്പത്തികമായി നോക്കുമ്പോൾ തൊടുകുറി കുറിച്ചാണ്. നിങ്ങൾ കിട്ടുന്ന ചെറിയ സഹായങ്ങൾ പോലും
നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയൊരു താങ്ങായി മാറും. ഒരു പക്ഷേ സുഹൃത്ത് നൽകുന്ന ചെറിയ തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്ന ചെറിയ സംരംഭത്തിന് നൽകുന്ന പിന്തുണ, അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ ആദ്യത്തെ പടിയായിരിക്കും. പണം മാത്രമല്ല, വിലപ്പെട്ട ഉപദേശങ്ങളോ അവസരങ്ങളോ ജീവിതത്തിൽ വരുന്നത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. നിങ്ങൾ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല, നിങ്ങളുടെ കൂടെ ആരും ഇല്ല എന്നൊരു തോന്നൽ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്നാൽ ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ പ്രപഞ്ചം നൽകുന്ന സൂചന, നിങ്ങളെ വിലമതിക്കാത്ത നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ അപ്രത്യക്ഷമാകുമെന്നാണ്. പകരം നിങ്ങളെ വില കുറയ്ക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന പുതിയ മനുഷ്യർ ജീവിതത്തിലേക്ക് കടന്നുവരും. പഴയ സൗഹൃദങ്ങളിൽ പോലും വേദനിപ്പിച്ചവർ അകന്നു പോകുകയും യഥാർത്ഥത്തിൽ സുഹൃത്തുക്കൾ കൂടുതൽ അടുക്കുകയും ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഇനി വിഷമിക്കേണ്ട. നിങ്ങളുടെ ലോകം മാറാൻ പോവുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഭദ്രകാളിയെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഇത് ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമാണ്. ഭയവും സംശയവും മാറ്റിവെച്ച് മുന്നോട്ട് പോവുക. ഓരോ 12 ദിവസം കൂടുന്തോറും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ ചിത്രമായ പരമശിവൻ്റെ, ശാന്തസ്വരൂപനായ മഹാദേവൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങളുടെ മനസ്സ് ശിവനിലേക്കാണ് ആകർഷിക്കപ്പെട്ടത് എങ്കിൽ, പുറമെ നിങ്ങൾ ശാന്തനാണെങ്കിൽ ഉള്ളിൽ ഒരുപാട് ആഴമുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സ് സമുദ്രം പോലെയാണ്. പുറമെ ശാന്തമായി കാണുന്നുവെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളും വികാരങ്ങളും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സ്നേഹത്തിന് ഒരുപാട് വില കൊടുക്കുന്ന ഒരാളാണ്. സുഹൃത്തുക്കൾക്കോ കുടുംബത്തിനോ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സ്വഭാവം. പാതിരാത്രിക്ക് പോലും ഒരാൾ ഒരു സഹായം ചോദിച്ചു വന്നാൽ പോലും സ്വന്തം കാര്യം മാറ്റിവെച്ച് നിങ്ങൾ അവരെ സഹായിക്കാൻ ഓടിയെത്തും. നിങ്ങൾ ഒരു സുഹൃത്തായി ഇരിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ആരെയും ചതിക്കുകയോ മുതലെടുക്കുകയോ ഇല്ല. നിങ്ങളുടെ സംസാരം പോലും വളരെ പതിഞ്ഞതും സൗമ്യവുമായിരിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനും അവർക്ക് ആശ്വാസം പകരാനും നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ പറയാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ട്. നിങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാറില്ല. അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവർക്ക് നൽകുന്ന സഹായത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് 100% ആത്മാർത്ഥത കാണിച്ചാലും തിരികെ അത്രയും പ്രതീക്ഷിക്കരുത് എന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അതാണ് നിങ്ങളുടെ മഹത്വം. തിരികെ കിട്ടിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ ആരോടും ദേഷ്യമോ പകയോ മനസ്സിൽ ഒക്കെ വയ്ക്കാറില്ല. എല്ലാം ഒരു പുഞ്ചിരിയോടെ തന്നെ നേരിടും. മഹാദേവൻ കാളകൂടവിഷം പാകം ചെയ്ത പോലെ മറ്റുള്ളവരുടെ മോശം അനുഭവങ്ങളെ നിങ്ങൾ ഉള്ളിലൊതുക്കി അവരോട് വീണ്ടും സ്നേഹത്തോടെ പെരുമാറുന്നു. ജീവിതത്തിൽ പലതവണ നിങ്ങൾ വീണുപോയിട്ടുണ്ടാകാം. സാമ്പത്തികമായി അല്ലെങ്കിൽ മാനസികമായി ഒരുപാട് തളർന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഓരോ തവണയും സ്പീനിഷ് പക്ഷിയെപ്പോലെ ഉയർന്നെഴുന്നേറ്റിരിക്കും. ഏത് പ്രതിസന്ധിയിൽ നിന്ന് തിരികെ വരാൻ നിങ്ങളുമായി ഇടപഴകിയവർക്ക് നിങ്ങളെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്വാധീനം അവരുടെ മനസ്സിൽ അത്രയധികം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകാം. ഇനി വരും ദിവസങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് വരാം. അടുത്ത 10 ദിവസത്തിനുള്ളിലോ വരുന്ന ആഴ്ചകളിലോ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നുപോയ ഒരാൾ നിങ്ങളെ തേടി വരും. അതൊരു പഴയ സഹപാഠിയായിരിക്കാം, അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ഒരു ബന്ധുവാകാം. അതൊരു മെസ്സേജ് വഴിയോ ഒരു കോളിലൂടെയോ അല്ലെങ്കിൽ അപ്രത്യക്ഷമായ വഴിയിൽ വെച്ചോ കണ്ടുമുട്ടുന്നതാകാം. ആ കൂടിക്കാഴ്ച നിങ്ങളുടെ മനസ്സിലെ പഴയ നല്ല ഓർമ്മകളെ തിരികെ കൊണ്ടുവരികയും
ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുകയും പഴയ ബന്ധത്തിൽ നിന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൽ യാതൊരു സംശയവും വേണ്ട. ഒരുപാട് നാളായി നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും പറയണം എന്ന് കരുതി അടക്കി വെച്ചിരുന്ന ഒരു രഹസ്യം, അല്ലെങ്കിൽ ഒരു വിഷമം, അതും അല്ലെങ്കിൽ ഒരു ഇഷ്ടം, അത് തുറന്നു പറയാൻ ഏറ്റവും അനുയോജ്യമായ സമയം ആണിത്. നിങ്ങൾ അത് തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയുമെന്ന് മാത്രമല്ല, നിങ്ങൾ വിചാരിച്ചതിനേക്കാളും അനുകൂലമായ ഒരു മറുപടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി വൈകരുത്. അത് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും പ്രശ്നമാണെങ്കിലും കുടുംബത്തിലെ ഒരു കാര്യമാണെങ്കിലും ഇനി ധൈര്യമായി സംസാരിക്കുക. ഫലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ശിവനെ തിരഞ്ഞെടുത്തവർക്ക് ഒരു പ്രത്യേക ആകർഷണ ശക്തിയുണ്ട്. ഇതിനെ നമുക്ക് പ്രാണശക്തി എന്ന് പറയാം. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഊർജം വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങളെ ആരെങ്കിലും ആത്മാർത്ഥമായി പ്രണയിച്ചാൽ അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല ഒരിക്കലും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അകന്നു പോയാലും അവരുടെ മനസ്സിൽ ഒരു വിങ്ങലായി എപ്പോഴും ഉണ്ടാകും. അത്രയധികം സ്വാധീനിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ അല്പം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കഴിവ് ഇരട്ടിയാകും. ചുരുക്കത്തിൽ, ശിവനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്, മനസ്സു തുറന്നും സംസാരിക്കുന്നതിനും പഴയ ഓർമ്മകൾ തിരികെ വരുന്നതിൻ്റെ കാലമാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. തെറ്റിദ്ധാരണ മാറും. പഴയതും പുതിയതുമായ നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് നിറം പകരും. തിരഞ്ഞെടുത്തത് ഭദ്രകാളിയായാലും ശിവനെയായാലും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ ശുഭകരമാണ്. പുറം ലോകത്തെ മാറ്റങ്ങളെയും പുതിയ തുടക്കങ്ങളെയും സൂചിപ്പിക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങളുടെ ആന്തരിക ലോകത്തെയും ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ലതേ വരൂ. ഓം നമഃ ശിവായ.